أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. ബാബുൻ ഫിൽ യഖീനി വത്തവക്കുലി. ബാബുൻ ഒരു അധ്യായമാണ്. ഫിൽ യഖീനി ഉറപ്പിൻ്റെ വിഷയത്തിൽ, ഉറച്ചു വിശ്വസിക്കുന്ന വിഷയത്തിൽ, ദൃഢവിശ്വാസം. വത്തവക്കുലി തവക്കുലിൻ്റെ വിഷയത്തിലും ഭരമേൽപ്പിക്കുക. അപ്പോൾ ദൃഢവിശ്വാസവും ഭരമേൽപ്പിക്കലും വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ്. അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം, അള്ളാഹുവിൽ എല്ലാ കാര്യവും ഭരമേൽപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. ഖന്തഖ് യുദ്ധത്തിൽ മുഅ്മിനീങ്ങൾ ശത്രുക്കളുടെ സൈന്യത്തെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമ്മോട് വാഗ്ദാനം നൽകിയതാണ്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറയുന്നത് സത്യമാണ്. ദൃഢവിശ്വാസം. സദഖല്ലാഹു റസൂൽ. വമാ സാദഹും, അവർക്ക് വർദ്ധിപ്പിച്ചില്ല ഈ കണ്ടുമുട്ടൽ, ഇല്ല ഈമാനൻ വതസ്ലീമാ, ദൃഢവിശ്വാസവും അർപ്പണബോധവും. തസ്ലീമൻ, അർപ്പണബോധം, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുക, സമർപ്പിക്കുക. ഇതാണ് അവർക്ക് വർദ്ധിപ്പിച്ചത്. നോക്കാം. വലമ്മാ റഅൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ കണ്ടപ്പോൾ. എല്ലാവരും വന്നാ? അപ്പൊ ദൃഢവിശ്വാസവും ഭരമേൽപ്പിക്കലും. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ്, ദൃഢവിശ്വാസം എന്നാണ് അർത്ഥം. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ കാര്യവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അപ്പോൾ വലമ്മാ റഅൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ കണ്ടപ്പോൾ, അൽ അഹ്സാബ, ശത്രുപക്ഷത്തെ. ഒരുപാട് ആളുകളുണ്ട്. അവരെ കണ്ടപ്പോൾ, മുസ്ലിങ്ങളോട് ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയം മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന വലിയ സൈന്യങ്ങളെ കണ്ടപ്പോൾ, ഖാലൂ, മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഹാദാ, ഇത്, മാ വഅദന, മാ ഒന്നാണ്, നെഗറ്റീവിൻ്റെ മാ അല്ല കേട്ടോ, മാ ഒന്നാണ്. വഅദന, നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു അല്ലാഹു, അല്ലാഹു, വറസൂലുഹു, അവൻ്റെ റസൂലും. അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മോട് വാഗ്ദാനം ചെയ്ത ഒരു വിഷയമാണിത്. വസദഖല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും സത്യം മാത്രമാണ്. അല്ലേ? സത്യം പറഞ്ഞതൊക്കെ സത്യമാണ്. സദഖല്ലാഹു, അള്ളാഹുവും സത്യം പറഞ്ഞിരിക്കുന്നു, വറസൂലുഹു, അവൻ്റെ റസൂലും സത്യം പറഞ്ഞിരിക്കുന്നു.
ഇത് ഹക്കാണ്, ഇത് ഞങ്ങൾ വിശ്വസിച്ചു, ഉറപ്പിച്ചു, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു, ഞങ്ങൾ പോരാടാൻ ഉറച്ചു. എന്നിട്ട് പറയാം വമാസാദഹും, അത് നെഗറ്റീവിൻ്റെ വമാസാദഹും അവർക്ക് വർദ്ധിപ്പിച്ചില്ല. ഏത്? ഈ കണ്ടുമുട്ടൽ, ഇവരെ കണ്ടുമുട്ടൽ, ഈ ശത്രുപക്ഷത്തെ കണ്ടുമുട്ടൽ വർദ്ധിപ്പിച്ചില്ല. ഇല്ല ഈമാനൻ, ഈമാനല്ലാതെ. അപ്പൊ ഈമാന് മാത്രമാണ് വർദ്ധിപ്പിച്ചത്. വ തസ്ലീമൻ, അർപ്പണബോധവുമല്ലാതെ. അപ്പോൾ ഈമാനും തസ്ലീമും അവർക്ക് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തു. ചിലർക്ക് പേടിയുണ്ടാകുക, കുറേ ആളുകളെ കാണുമ്പോൾ. ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് ഈമാൻ കൂടുക ചെയ്തു. ഈ യുദ്ധത്തിന് പോയ സമയം ഈമാൻ കൂടുകയും അർപ്പണബോധം, തവക്കുല്, അള്ളാഹുവിൽ തവക്കുലാക്കൽ, ഭരമേൽപ്പിക്കൽ വർദ്ധിക്കുകയുമാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പറയും. ജുമാന അപ്പോൾ അത് നമുക്കും അങ്ങനെ വേണം. എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത്, ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അള്ളാഹുവിൽ വിശ്വാസം ദൃഢമാവണം, അള്ളാഹുവിലെല്ലാം ഏൽപ്പിക്കുകയും വേണം. അപ്പോൾ അതിന് എന്തുണ്ടാവും? വിജയം ഉണ്ടാവും. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന, ഒരുത്തർ, ഖാല ലഹും, അവരോട് പറഞ്ഞു, അന്നാസു, ജനങ്ങൾ പറഞ്ഞു. ഒരു മിനിറ്റ്. മുഅ്മിനീങ്ങളുടെ വിശേഷണം പറയാണ്. എങ്ങനെയുള്ളവരാണ് മുഅ്മിനുകൾ? അല്ലദീന ഖാല ലഹുമുന്നാസു, അവരോട് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു. അവരോടൊരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നന്നാസ, തീർച്ചയായും ശത്രുക്കൾ. അവിടെ നാസ് പറഞ്ഞ ശത്രുക്കൾ. ആദ്യത്തെ നാസ് അവരോട് പറഞ്ഞ ആളുകൾ. ഒരു വിഭാഗം ആളുകൾ മുഅ്മിനീങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നന്നാസ, തീർച്ചയായും ജനങ്ങൾ, ശത്രുക്കൾ, ഖദ് ജമഉ, അവർ ഒരുമിച്ചിട്ടുണ്ട്, ലക്കും, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ സംഘടിച്ചിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് ഒരു കൂട്ടക്കാർ മുഅ്മിനീങ്ങളോട് പറഞ്ഞപ്പോൾ, എന്നിട്ട് എന്തു പറഞ്ഞു? ഫഖ്ശൗഹും, നിങ്ങൾ അവരെ പേടിക്കണം, നിങ്ങൾ അവരെ ഭയപ്പെടണം, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണം എന്നും പറഞ്ഞു. ഫസാദഹും ഈമാനൻ, എന്തുണ്ടായത്? ഫസാദ, അത് വർദ്ധിപ്പിച്ചു, ഈമാൻ അവർക്ക് വർദ്ധിപ്പിച്ചു. എന്തിനെ വർദ്ധിപ്പിച്ചു? ഈമാൻ, അവരെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പറഞ്ഞപ്പോഴേ, നിങ്ങൾ പേടിക്കണം കേട്ടോ, നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി വലിയ സൈന്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഈമാൻ എന്താകുക ചെയ്തത്? വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കുന്നവൻ വളരെ മഹത്വമുള്ളവനാണ്, ഉത്തമനാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്, അള്ളാഹുവിൻ മതി ഞങ്ങൾക്ക്, അവരെത്ര തന്നെ ശക്തിയുള്ളവരായിക്കൊള്ളട്ടെ, ഞങ്ങൾ പേടിക്കുന്നില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ഭരമേൽപ്പിക്കുന്ന അവൻ അള്ളാഹുവാണ്, അവൻ ഉത്തമനാണ്, നന്നായിരിക്കുന്നു. നിഅമ ബിഅസ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ബലമേൽപ്പിക്കുന്നവരുടെ ജിൻസ് നന്നായിരിക്കുന്നു, പ്രത്യേകിച്ച് അള്ളാഹു. ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹ്, അവർ മടങ്ങി, ബിനിഅമത്തിൻ മിനല്ലാഹ്,
അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹം കൊണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോഴേ, അതായത് വിജയിച്ചു എന്നാണ്. യുദ്ധത്തിൽ അവരെന്ത് ചെയ്തു? വിജയിച്ചു. അള്ളാഹുവിൽ നിന്ന് വലിയ അനുഗ്രഹം കൊണ്ട് അവർ മടങ്ങി, രക്ഷ കിട്ടി. രക്ഷ മാത്രമല്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അവരെ പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, വലിയ പ്രതിഫലം കിട്ടിയാണ്. അപ്പോൾ ഫളിലും കിട്ടി, ഔദാര്യവും കിട്ടി, വലിയ അനുഗ്രഹവും കിട്ടി, വലിയ ഫളിലും കിട്ടി, ഔദാര്യവും കിട്ടി. ലം യംസസ്ഹും, അവരെ സ്പർശിച്ചില്ല. സൂഉൻ, ഒരൊറ്റ മോശവും സ്പർശിച്ചില്ല, ഒരു പ്രശ്നവും അവർക്കുണ്ടായില്ല. വത്തബഊ, അവർ പിന്തുടർന്നു. റിദ്വാനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിന്തുടർന്നു. അള്ളാഹിൻ്റെ തൃപ്തിയാണല്ലോ ഓല് ആഗ്രഹിച്ചത്. ഓൽക്ക് ജീവിക്കണം എന്നല്ല, അള്ളാഹു പൊരുത്തപ്പെടും, അള്ളാഹുവിൻ്റെ തൃപ്തി വേണം എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് അവർക്ക് അവരതും കിട്ടി. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, ദു ഫദ്ലിൻ അദീം, അള്ളാഹു വലിയ ഔദാര്യവാനാണ്, അള്ളാഹു വലിയ ഔദാര്യത്തിൻ്റെ ഉടമയാണ്. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടാണിത്. ബദർ യുദ്ധത്തിൽ മുനാഫിക്കുകൾ കുറച്ച് പിന്നിക്ക് പോയി. ചിലർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകണം, ഒരു വലിയ സൈന്യമാണ്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി വരികയാണ്, നിങ്ങളെ തകർക്കാൻ വേണ്ടി വരികയാണ്, മക്കയിൽ നിന്നും കൂടിയിട്ടുണ്ട്, കച്ചവടക്കാർ മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ എന്തിനാ പോണ്, പോലെ പേടിച്ചോ. പക്ഷേ അതാണ് ബദരീങ്ങളുടെ പവർ. നിങ്ങൾ പറഞ്ഞേ, അവർക്കത് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർക്ക് ഈമാൻ വർദ്ധിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കുന്നവൻ എത്ര നന്നായിരിക്കുന്നു. അങ്ങനെ ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ട്, വലിയ അനുഗ്രഹം കൊണ്ട് അവർ മടങ്ങി. വഫദ്ലിൻ, ഔദാര്യം കൊണ്ടും മടങ്ങി. ലം യംസസ്ഹും, അവരെ ബാധിച്ചില്ല, അവരെ സ്പർശിച്ചില്ല. സൂഉൻ, ഒരു അനിഷ്ടവും ഒരു മോശത്തരവും അവരെ ബാധിച്ചില്ല. വത്തബഊ റിദ്വാനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയെ അവർ തേടുകയും ചെയ്തു, പിന്തുടരുകയും ചെയ്തു. അവർക്കത് കിട്ടി. വല്ലാഹു ദുൽ ഫദ്ലിൻ അദീം, അല്ലാഹു വലിയ അതിമഹത്തായ ഔദാര്യത്തിൻ്റെ ഉടമയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. തവക്കുൽ. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, വതവക്കൽ, നീ ഭരമേൽപ്പിക്കണം, നീ ഭരമേൽപ്പിക്കണം. അലൽ ഹയ്യി, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ്റെ മേൽ. അല്ലദീ ലാ യമൂത്ത്, മരിക്കാതെ, മരണപ്പെടാതെ, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ്റെ മേൽ നീ ഭരമേൽപ്പിക്കുക. അപ്പോൾ അത് അള്ളാഹുവിനോട് ഭരമേൽപ്പിക്കുക. ഖാല തആല വഅലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ മാത്രം ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കട്ടെ, തവക്കുലാക്കട്ടെ. അലല്ലാഹി എന്നുള്ളത് മുൻപിൽ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ മാത്രം എന്നർത്ഥം വരും. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതേപോലെ വഅലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ മാത്രം ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കട്ടെ. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഫഇദാ അസംത, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ, നീ വല്ല കാര്യവും തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേൽ നീ ഭരമേൽപ്പിക്കുക. വഖാല തആല വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൻ്റെ മേൽ തവക്കുലാക്കിയാൽ, ഫഹുവ ഹസ്ബുഹു, അതവന് മതി. ഐ കാഫീഹി, അതവനക്ക് മതിയാക്കുന്നതാണ്. വേറെ പല ആളുകളെയും നമ്മൾ കണക്കാക്കിയാൽ അതൊന്നും ചിലപ്പോൾ ശരിയാവില്ല. അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചാൽ അവനത് മതിയാവും. ഐ കാഫീഹി,
അത് അവനെ മതിയാക്കുന്നതാണ്. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും മുഅ്മിനുകൾ സത്യവിശ്വാസികൾ, അല്ലദീന ഒരുത്തരാണ്, എങ്ങനെയുള്ളവരാണ്, ഇദാ ദുക്കിറല്ലാഹു, അള്ളാഹു അവൻ്റെ അടുക്കൽ പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് അവനോട് പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവൻ്റെ ഹൃദയങ്ങൾ പേടിക്കുന്നതാണ്. വജിലത്ത് ഭയപ്പെടും, പടക്കും. വഇദാ തുലിയത്ത് അലൈഹിം, അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ, തുലിയത്ത് തല എന്നുള്ളതിൻ്റെ മജ്ഹൂൽ, തുലിയത്ത്. ആയാത്തുഹു, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അവൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, സാദത്ത് അത് വർദ്ധിപ്പിക്കും, ഹും അവർക്ക്, ഈമാനൻ ഈമാനിനെ വർദ്ധിപ്പിക്കും, വഅലാ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ മേൽ മാത്രം യതവക്കലൂൻ അവർ തവക്കുൽ ചെയ്യുന്നവരാണ്. ഇങ്ങനെ ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ, അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഭയം രൂപപ്പെടുകയും അവൻ്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അവർ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കുകയും ചെയ്യുന്നവരാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ജുമാന ഓക്കെ അല്ലേ? ശ്രദ്ധിക്കേണ്ടത് റഅ എന്നുള്ളത് മാലിയ ഫീലാട്ടോ. റഅ മാലിയാണ്, വഅദന മാലിയാണ്, വഅദ എന്നാണ്. ന എന്നുള്ളത് മഫൂലാട്ടോ. വഅദ ന, മറ്റേ വഅദ്ന എന്നല്ല. സ്വദഖ മാലിയ ഫീലാണ്, സാദ മാലിയ ഫീലാണ്, ഖാല മാലിയ ഫീലാണ്, ജമഉ മാലിയാണ്, ഫഖ്ശൗ അംറാട്ടോ. ഫസാദ മാലി, ഫൻഖലബു മാലി, ഇൻഖലബ ഇൻഖലബ ഇൻഖലബു സുലാസി മസീദ് ഫിയാണത്. വത്തബഉ സുലാസി മസീദ് ഫിയാണ്. തവക്കൽ അംറാട്ടത്. തഫഅല യതഫഅലു അതിൻ്റെ അംറാണ്. തവക്കല യതവക്കലു, തവക്കൽ തവക്കൽ എന്നാണ് അംറ്. ഫൽ യതവക്കൽ അതും അംറ് വായിബാണ്. ഇത് അംറ് ഹാദിറാണ്, നീ പരമേൽപ്പിക്കുന്നതാണ്. ഇവിടെ മുഅ്മിനീങ്ങൾ പരമേൽപ്പിക്കട്ടെ, തേർഡ് പേഴ്സണാണ്. നീയുമല്ല, തേർഡ് പേഴ്സൺ, അവൻ്റെ സ്ഥാനത്താണല്ലോ മുഅ്മിൻ. അസംത മാലിയ ഫീലാണ്, ഫതവക്കൽ. വമൻ യതവക്കൽ മുളാരിയ ഫീലാണ്, യതവക്കൽ. ഇത് മന്നുകൊണ്ട് ജസ്മ് കിട്ടിയതാണ്. ഇന്നമൽ മുഅ്മിനു ഇദാ ദുക്കിറ, ദുക്കിറ മാലിയ ഫീലാണ്, മജ്ഹൂലാണ്. വജില മാലിയ ഫീലാണ്, മഅറൂഫാണ്. വജില മാലിയ ഫീലാണ്, മഅറൂഫാണ്. തുലിയത്ത് മാലി മജ്ഹൂലാണ്. സാദത്ത് മാലിയാണ്, മാലി മഅറൂഫ്. ക്ലിയർ അല്ലേ? ഇത്രയും പേജിൽ നോക്ക് നിങ്ങൾ, ഇത്ര മാലിയ ഫീല വന്നിട്ട്. അടുത്ത പറയട്ടെ? കഴിഞ്ഞില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി വൽ ആയാത്തു ഫീ ഫളിലി തവക്കുലി, തവക്കുലിൻ്റെ ശ്രേഷ്ഠതയിൽ പറയുന്ന ആയത്തുകൾ, കസീറത്തുൻ ധാരാളമുണ്ട്, മഅറൂഫത്തുൻ അറിയപ്പെട്ടതുമാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒരുപാട് ആയത്തുകളുണ്ട്. അമ്മൽ അഹാദീസു, അപ്പോൾ ഹദീസുകൾ, ഫൽ അവ്വലു ഒന്നാമത്തത്,
അൻ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉരിളത്ത് കാണിക്കപ്പെട്ടു, പ്രദർശിപ്പിക്കപ്പെട്ടു, അലയ്യ എൻ്റെ മേൽ, അൽ ഉമമു കുറേ സമുദായങ്ങളെ കാണിക്കപ്പെട്ടു, കുറേ സമുദായങ്ങളെ എൻ്റെ മേൽ കാണിക്കപ്പെട്ടു. ഉരിളത്ത് അലയ്യൽ ഉമമു, എൻ്റെ മേൽ അതായത് എനിക്ക് ഒരുപാട് സമുദായങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ഇത് സ്വപ്നത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇസ്രാ മിഅ്റാജ് നടന്ന സമയത്ത് അങ്ങനെയാവാം. അപ്പോൾ എല്ലാ സമുദായങ്ങളെയും കാണിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാ സമുദായങ്ങളിലേക്കും അയക്കപ്പെട്ട നബിയാണ്. അതാത് പ്രതിനിധിയായിട്ട് മറ്റ് നബിമാർ അതാത് സമുദായത്തിന് ഉണ്ടാവും. നബി തങ്ങളുടെ ഒരു ശ്രേഷ്ഠത കൂടി വിളിച്ചറിയിക്കുന്ന ഹദീസാണത്. ഫറഅയ്തു ഞാൻ കണ്ടു, അപ്പോൾ ഞാൻ കണ്ടു, അൻ നബിയ ഒരു നബിയെ കണ്ടു, ഒരു പ്രവാചകനെ കണ്ടു. മഅഹു റുഹൈത്തു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വളരെ കുറഞ്ഞ ആളുകളുണ്ട്, കുറച്ച് ആളുകൾ, 10-ൽ താഴെയുള്ള ആളുകൾക്കാണ് പറയാം, ഇത്ര ആളുകളുള്ള ഒരു നബിയെ കണ്ടു. അതുപോലെ വൻ നബിയു വമഅഹു റജുലു വറജുലാനി, ഒരു നബിയുണ്ട്, ആ നബിൻ്റെ അടുക്കൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ 2 മനുഷ്യന്മാരോ അങ്ങനെയുള്ള നബിമാരുണ്ട്. വന്നബിയു വന്നബിയ എന്നാക്കിയാൽ മതി കേട്ടോ, ഒക്കെ അങ്ങോട്ട് ഇവിടെ കത്ത് റഅയ്തു നബിയ വന്നബിയ വന്നബിയ, ഒരു നബിയെയും കണ്ടു, വലൈസ മഅഹു അഹദുൻ ഒരാളും കൂടെ ഇല്ല, ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല, അങ്ങനത്തെ ഒരു നബിനെയും കണ്ടു. ഇത് റുഫിഅ ലി സവാദുൻ അദീമുൻ, അങ്ങനെ റുഫിഅ ലി എനിക്ക് വേണ്ടി ഉയർത്തപ്പെട്ടു, സവാദുൻ അദീമുൻ വലിയ ഒരു സംഘം, അതിനിടയിൽ വലിയൊരു സംഘം എനിക്ക് വേണ്ടി കാണിക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു പറഞ്ഞാൽ കാണിക്കപ്പെട്ടു എന്നർത്ഥം. ഫലനന്തു ഞാൻ വിചാരിച്ചു, അന്നഹും ഉമ്മത്തി അതെൻ്റെ ഉമ്മത്താണ് എന്ന് ഞാൻ വിചാരിച്ചു. ഫഖീലലി അപ്പം എന്നോട് പറഞ്ഞു, ഹാദാ മൂസാ വ ഖൗമുഹു ഇത് മൂസാ നബിയും മൂസാ നബിയുടെ സമുദായവുമാണ് എന്ന് പറഞ്ഞു. അപ്പം നബി തങ്ങളുടെ സമുദായം എവിടെ എന്നുള്ളത് ഇനി പറയാൻ പോകുന്നു. വലാക്കിനി ഉൻദുർ, പക്ഷേ നിങ്ങൾ നോക്കി, നബി തങ്ങളോട് പറയാണ്, നിങ്ങൾ നോക്കി, നെലൽ ഉഫുക്കി ആ ചക്രവാളത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. ഒരു കൽപ്പന കേട്ടോ, ആ ചക്രവാളത്തിലേക്ക് നോക്കൂ. ഫനളർത്തു, അപ്പം ഞാൻ അങ്ങോട്ട് നോക്കി. ഫൈദൻ സവാദുൻ അദീമുൻ, അവിടെയും വലിയൊരു ജനക്കൂട്ടമുണ്ട്, വലിയൊരു ജനക്കൂട്ടം, വലിയൊരു സംഘം. ഫഖീല ലി, പിന്നെ എന്നോട് പറയപ്പെട്ടു, ഉന്നുർ ഇലൽ ഉഫുക്കിൽ ആഖർ, മറ്റേ ചക്രവാളത്തിലേക്ക് നോക്കുക. ഇതാ സവാദുൻ അദീമുൻ, അപ്പോൾ അവിടെയുണ്ട് എന്ത്, വലിയൊരു ജനക്കൂട്ടം, വലിയൊരു സംഘം. ഫഖീല ലി, പിന്നെ എന്നോട് പറയപ്പെട്ടു, ഹാദിഹി ഉമ്മത്തുക, ഇത് നിങ്ങളുടെ സമുദായമാണ്, ഇത് നിങ്ങളുടെ സമുദായമാണ്.
വമഅഹും അവരോടൊപ്പമുണ്ട്, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സമുദായത്തിൻ്റെ കൂടെയുണ്ട്, സബ്ഊന അൽഫൻ 70,000 പേരുണ്ട്. എല്ലാവരും അല്ല, അതിൽ 70,000 ആളുകളും ഉണ്ട്. യദ്ഖുലൂനൽ ജന്നത്ത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, ബിഗൈരി ഹിസാബിൻ, ഒരു വിചാരണയുമില്ലാതെ, വലാ അദാബിൻ, ഒരു ശിക്ഷയുമില്ലാതെ. അങ്ങനത്തെ ഒരു 70,000 ആളുകൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘം 2 ചക്രവാളത്തിലും നബിതങ്ങളെ കണ്ടു ഉണ്ടാകുമെന്ന് നബിതങ്ങളോട് പറയുകയും ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ അപ്പോൾ ഉഫുക്ക് എന്ന് പറഞ്ഞ ചക്രവാളം, നമ്മൾ സൂര്യനെ കാണില്ലേ, സൂര്യൻ ഉദിക്കുന്ന ഒരു ഭാഗവും സൂര്യൻ അസ്തമിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഒരു ഉഫ്ക്ക് പറഞ്ഞാൽ അവിടെ ഉദിക്കുന്ന ഭാഗം, മറ്റേത് പുറത്ത്. അപ്പോൾ കുറേ ആളുകളുണ്ട് എന്നർത്ഥം. മൂസാ നബിൻ്റെ സമുദായവും കുറേ ഉണ്ട്, അതിനേക്കാളും ഉണ്ട് നബി തങ്ങളുടെ എന്ന് പറഞ്ഞു കൊടുത്തു. സുമ്മനഹല, പിന്നെ നബിതങ്ങൾ എഴുന്നേറ്റു പോയി. ഫദഖല മൻസിലഹു, നബിതങ്ങളുടെ വീട്ടിലേക്ക് നബിതങ്ങൾ പ്രവേശിച്ചു. ഫഖാലന്നാസു, ജനങ്ങൾ പ്രവേശിച്ചു. ഫി ഉലായിക്ക, അവരുടെ വിഷയത്തിൽ ചർച്ച ആരംഭിച്ചു. അവരിങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ആരെപ്പാരപ്പോൾ 70,000 ആളുകൾ നബിതങ്ങൾ പറഞ്ഞത്? അല്ലദീന യദ്ഖുലൂനൽ ജന്നത്ത ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു 70,000 ആളുകൾ പറഞ്ഞല്ലോ, അത് ആരായിരിക്കും എന്നുള്ളത് ഇവരിങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അവരുടേതായ പരിമിതമായ അറിവ് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഫഖാല ബഅദുഹും, അപ്പോൾ ചിലർ പറഞ്ഞേ, ഫലഅല്ലഹും, അവർ ആയേക്കാം, ചിലപ്പോൾ അവരാകും, അല്ലദീന സ്വഹിബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹവസിച്ചവരായേക്കാം, നബി തങ്ങളുടെ സ്വഹാബത്തായേക്കാം. ഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന, അവർ ആയേക്കാം, അല്ലദീന ഒരുത്തരായേക്കാം, വുലിദു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലായിട്ട് ജനിക്കപ്പെട്ടവർ, അമ്മയും ബാപ്പയൊക്കെ മുസ്ലിങ്ങളായി, അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ മുസ്ലിങ്ങളായ ആളുകളായേക്കാം എന്നും പറഞ്ഞു. ഫലം യുശ്രിക്കൂ ബില്ലാഹി ഷൈഅൻ, അവർ അള്ളാഹുവിനെ കൊണ്ട് തീരെ പങ്കു ചേർത്തിട്ടില്ല. മറ്റുള്ളവർ ചിലപ്പോൾ ആദ്യം അവിശ്വാസത്തിലായിട്ട് പിന്നെ മുസ്ലിങ്ങളായവരായിരിക്കുമല്ലോ. അങ്ങനെ അല്ലാത്ത, അള്ളാഹുവിൽ തീരെ ശിർക്ക് ചെയ്യാത്ത, ഇസ്ലാമിലായി ജനിക്കപ്പെട്ട പ്രസവിക്കപ്പെട്ട ആളുകളായേക്കാം എന്നും പറഞ്ഞു ചിലർ. വദക്കറു അഷിയ, അങ്ങനെ പല പല കാര്യങ്ങളും അവരിങ്ങനെ പറഞ്ഞു, ഓരോരുത്തർ അവരുടെ അറിവ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ അവരുടെ മേൽ വന്നു, അവരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, മല്ലദി, എന്താണ് ആ കാര്യം, തഹൂലൂന ഫീഹി, നിങ്ങൾ ചർച്ച ചെയ്യുന്ന സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു. ഫഅഖ്ബറൂഹു, അപ്പോൾ അവർ വിവരം പറഞ്ഞു കൊടുത്തു, അവരെല്ലാവരും നബി തങ്ങളോട് വിവരം പറഞ്ഞു കൊടുത്തു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും, അവർ ആരാണെന്നറിയുമോ, അല്ലദീന, ഒരുത്തരാണ്, ലാ യർഖൂൻ, അവർ മന്ത്രിക്കുകയില്ല, വലാ യസ്തർഖൂൻ, മന്ത്രം ആവശ്യപ്പെടുകയുമില്ല, മന്ത്രത്തെ തേടൂല്ല, അതായത് അവർ ചികിത്സ പോലത്തെ കാര്യങ്ങൾ ചെയ്യൂല. എൻ്റെ അർത്ഥം അത്ര, ചികിത്സ നടത്തുകയോ
ചികിത്സ തേടുകയോ ചെയ്യാത്തവരാണ് അവരെ. അപ്പം എന്തെങ്കിലും അസുഖമോ മറ്റു വിഷയങ്ങളോ വന്നാൽ അവരെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കും. നൽകിയത് അള്ളാഹുവാണ്, അള്ളാഹുവെ നീ ശിഫയാക്ക്, നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യും. വലാ യതതയ്യറൂൻ, അവർ ലക്ഷണം നോക്കുകയുമില്ല, ലക്ഷണം നോക്കുകയുമില്ല. പക്ഷി ലക്ഷണം, അതുപോലെ പൂച്ച മുമ്പിൽ ചാടി, അല്ലെങ്കിൽ ഒരു കാക്കനെ കണ്ടു, കാക്ക കരഞ്ഞു, ഒരു മൈനനെ കണ്ടു. പറഞ്ഞ കുട്ടികളൊക്കെ ഒരു മൈനനെ കണ്ട അടി കിട്ടും, രണ്ട് മൈനനെ കണ്ട അടി കിട്ടൂല എന്നൊക്കെ പറയില്ല ചെറിയ കാലം കുട്ടികൾ. അപ്പം അങ്ങനെ ലക്ഷണം നോക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കുന്നവരാണ്. പൂർണ്ണമായ തവക്കുല്. നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു, ഏതില് അദ്കിയയിൽ പറഞ്ഞിരുന്നു, തവക്കുല് ഒരു സബബിനോടും ബന്ധപ്പെടാതെ, ദുനിയാവിലെ ഒരു സബബുകളോടും ബന്ധപ്പെടാതെ എല്ലാം പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, ഇതൊക്കെ വലിയ ഏറ്റവും പവറായ ഈമാനുള്ള ആളുകളാണ്. ഇതിൻ്റെ അർത്ഥം ചികിത്സിക്കാനോ മന്ത്രിക്കാനോ മന്ത്രം തേടാനോ പാടില്ല എന്നല്ല. തവക്കുൽ രണ്ട് രൂപത്തിലുണ്ട്. ചില അള്ളാഹു അനുവദിച്ച സബബുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തവക്കുലുണ്ട്, ഒന്നിനോടും ബന്ധപ്പെടാതെ തവക്കുലും. അള്ളാഹു അനുവദിച്ചതാണ് ചികിത്സിക്കാൻ. രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മന്ത്രം നടത്തണം, മന്ത്രിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും നബി തങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പം അങ്ങനെയും തവക്കുലുണ്ട്. പക്ഷെ ഈ തവക്കുൽ, ഈ 70,000 ആളുകൾ എന്ന് പറഞ്ഞാൽ പവർ വൺ, സൂപ്പർ പവറായിട്ടുള്ള തവക്കുലുള്ള ആളുകളാണ്. മനസ്സിലായോ? അല്ലാതെ ചികിത്സിക്കണ്ട, ഡോക്ടറെ അടുത്ത് പോകണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഈമാൻ അത്രയേറെ ശ്രേഷ്ഠതയുള്ള പവറുള്ള ആളുകൾ, അവരുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, വലിയ വലിയ ആളുകളെ കുറിച്ച്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫൈസ, അപ്പോൾ നമുക്കൊക്കെ ഈമാനികമായ കുറവാണ്. കാരണം നമുക്ക് ബാധ്യതകളുണ്ടല്ലോ. പുരുഷന്മാർ വിവാഹം കഴിക്കുന്നു, കുട്ടികളെ നോക്കണം, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം, മക്കളെ നോക്കണം, ഭാര്യ ഭർത്താവിനെ നോക്കണം, അതുപോലെ മാതാപിതാക്കളെ നമ്മൾ നോക്കണം. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ, ചുറ്റുപാടുകളുള്ള ആളുകളാണ്. ഇവർക്ക് എല്ലാം അള്ളാഹു തരും എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. അതും നമ്മൾ അദ്കിയയിൽ പഠിച്ചു. അപ്പോൾ അവർ ജോലിക്ക് പോകണം, കല്യാണമൊക്കെ കഴിഞ്ഞു, 2, 3, 4 കുട്ടികളൊക്കെ ഉണ്ട്, വീട്ടിൽ ഭാര്യയുണ്ട്, ഉമ്മ ഉണ്ട്, പാപ്പുണ്ട്, അവരൊക്കെ നോക്കേണ്ട ആള്, ഇതൊക്കെ അള്ളാഹു തരും എന്ന് പറഞ്ഞിങ്ങനെ പണിക്കൊന്നും പോവാതെ ഇരുന്നാൽ അത് പറ്റില്ല. അത് പറ്റും, അങ്ങനെ പറ്റും. എങ്ങനെ? ജോലിക്കും പോവാതെ എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച്, അത് ഒരു ബാധ്യതയും ഒരു ഇടപാടും ഇല്ലാത്ത, അത് അത്രയും പവറായിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകണം, രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. അപ്പം അതൊന്നും തവക്കുലിനെതിരല്ല. ഇത് പറഞ്ഞത് തവക്കുലിൻ്റെ ഏറ്റവും ടോപ്പ് വേർഷനായ കാര്യങ്ങളാണ് ഈ 70,000 ആളുകളെ പറഞ്ഞത്. ഫഖാമ ഉക്കാശത്തു, ഇത് പറഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ ഉക്കാശത്തു ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉദുഉല്ലാഹ, നബിയെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അൻ യജഅലനീ മിൻഹും, എന്നെ അവരിൽ പെടുത്താൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽ പെട്ടവനാണ്.
നമുക്ക് നിങ്ങൾ സുമ്മ കാമ റജുലുൻ ആഖറു, പിന്നെ വേറൊരാൾ എഴുന്നേറ്റ്. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഉദുഉല്ലാഹ അൻ യജഅലനി മിൻഹു, എന്നെ അതിൽ പെടുത്താൻ വേണ്ടി നിങ്ങൾ നബിയെ ദ്വാരക്കണം. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സബഖക ബിഹ, ആ വിഷയത്തിൽ നിങ്ങൾക്ക് മുൻകടന്നു. ഉക്കാശത്തു, ഉക്കാശ ആ വിഷയത്തിൽ എന്തായിട്ടുണ്ട്, നിങ്ങൾക്ക് മുൻപ് കടന്നിട്ടുണ്ട്. പെടുന്നും പറഞ്ഞില്ല, പെടൂലെന്നും പറഞ്ഞില്ല. അദ്ദേഹം ആ രൂപത്തിൽ തവക്കുലാക്കി ജീവിച്ചപ്പെടും. അപ്പോൾ ഉക്കാശ എന്തായിട്ടുണ്ട്, അതിലേക്ക് ആദ്യം മുൻകടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നിങ്ങൾ മുൻകടന്നിട്ടുണ്ട് ഉക്കാശയിലാണോ? അല്ലല്ല, ഉക്കാശ നിന്നെ മുൻകടന്നു, നിനക്ക് മുൻപ് ഉക്കാശ അതിൽ കയറി കൂടി. ഒരാൾക്ക് ഇപ്പം ഈ ചോദിച്ചതിൽ അതിൽ ചേരാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. ആ അവസരം ആര് ഉപയോഗപ്പെടുത്തി? ഉക്കാശ ഉപയോഗപ്പെടുത്തി. സബക്ക ക, നിനക്ക് മുൻകടന്നു, ബിഹ, ആ വിഷയത്തിൽ, ആ വിഷയം കൊണ്ട് ആര് മുൻകടന്നു? ഉക്കാശത്ത് മുൻകടന്നു. മനസ്സിലായില്ലേ? ഉക്കാശത്തു ബിളമ്മിൽ ഐനി വതശ്ദീദിൽ കാഫി, ഉക്കാശത്ത്, ഐനിക്ക് ലമ്മുണ്ട്, ഉക്കാശത്ത് എന്നും അബി തഖ്ഫീഫിയ, ഉക്കാശത്ത് അങ്ങനെയും പറയാട്ടോ, ഉക്കാശത്ത്. വത്തശ്ദീദു അഫ്സഹു, ഷദ് വച്ച് പറയലാണ് ഏറ്റവും സാഹിത്യപരമായ പ്രയോഗം. ഉക്കാശത്ത്, റുക്കാശത്ത്, റുക്കാശത്ത് രണ്ടും പറയാം. ക്ലിയർ അല്ലേ? ഒരു ഹദീസ് കൂടി പറയാം. അസാനി, രണ്ടാമത്തത് 75. അനിബിനി അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഐലൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തന്നെ വീണ്ടും, ഇതുകൊണ്ട് നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉദ്ദേശിച്ചു, നമ്മുടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, അത് വീണ്ടും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് പുറമേ എന്നർത്ഥം. ആൾസോ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബിതങ്ങൾ ഖാനയക്കൂലു, നബിതങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്ത് പറയാറുണ്ട്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക അസ്ലംതു, അല്ലാഹുമ്മ ലക അസ്ലംതു, നിനക്കു ഞാൻ പൂർണ്ണമായും വിധേയപ്പെടുന്നു, പൂർണ്ണമായും എൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടുന്നു. വബിക ആമൻതു, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. വഅലൈക തവക്കൽതു, നിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നു. അനബ്തു. വബിക ഖാസംതു, നിന്നെ കൊണ്ട് ഞാൻ തർക്കിക്കുന്നു. പറഞ്ഞാൽ ശത്രുക്കളോട്, നിന്നെ വിശ്വസിക്കാത്ത ശത്രുക്കളോട് നിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഞാൻ തർക്കിക്കുന്നു. ഖാസമ, തർക്കിക്ക്. ശത്രുക്കൾ വിശ്വാസമില്ലാത്ത ആളുകളോട് എന്ത് ചെയ്യണം? നമ്മൾ പ്രതിരോധിക്കണം, അവരെ മുട്ടുകുത്തിക്കണം. അടിച്ചിട്ടല്ല, നമ്മൾ എന്ത് ചെയ്യണം? വാദിച്ചിട്ട് അല്ലാഹുവിൻ്റെ തെളിവുകൾ പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ മുട്ടുകുത്തിക്കണം. അല്ലാഹുമ്മ ഇന്നി, പടച്ചവനെ, തീർച്ചയായും ഞാൻ അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു, ബിഇസ്സതിക, നിന്റെ പ്രതാപം കൊണ്ട്, നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത,
നീയല്ലാതെ ആരാധനക്കർഹനില്ല. നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? അൻ തുളില്ലനി, നീ എന്നെ പിഴപ്പിക്കുന്നതിൽ നിന്ന്. അൻ തുളില്ലനി, ഈ ഔദുവിന്റെ മഫ്ഊലാട്ടോ. ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അൻ തുളില്ലനി, നീ എന്നെ പിഴപ്പിക്കുന്നതിൽ നിന്ന്. എന്നെ നീ പിഴപ്പിക്കാതിരിക്കണം, എന്നെ നന്നാക്കണം. അൻതൽ ഹയ്യു, നീ എന്നെന്നും ജീവിക്കുന്നവനാണ്. അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരണപ്പെടാത്തവനാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ മരിക്കുമല്ലോ, ജീവിക്കും ചെയ്യും മരിക്കും ചെയ്യും. വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ, ജിന്നും ഇൻസും മരിക്കുന്നവരാണ്. മനുഷ്യരും ജിന്നുകളും എന്താവും? മരണപ്പെടുക തന്നെ ചെയ്യും. നീ ഒരിക്കലും മരണപ്പെടാത്ത ആളാ. അതുകൊണ്ട് നിന്നോട് ഞാൻ എന്താവുന്നു? കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു. ഇത് കാണാതെ പഠിക്കണം. اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت اللهم إني أعوذ بعزتك لا إله إلا أنت أن تضلني أنت الحي الذي لا يموت والجن والإنس يموتون. ക്ലിയർ അല്ലേ? ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, പശ്ചാത്തപിക്കുന്നു. ഇനാബത്ത് എന്ന് പറയും, തൗബ. പശ്ചാത്തപിക്കുന്നു. അനാബ യുനീബു ഇനാബത്ത്. മുനീബുൻ, മുനീബ് പേരുണ്ടല്ലോ, മുനീബ്, മുനീബ. തൗബ ചെയ്യുന്നവൻ, പശ്ചാത്തപിക്കുന്നവൻ. മുനീബത്ത് എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുന്ന സ്ത്രീ എന്നാണ് അർത്ഥം.